നമസ്കാരം. 1929 മുംബൈയിലെ വിലെ പാർലെ എന്ന സ്ഥലത്ത് ഒരു സ്വപ്നം പിറന്നു. അതൊരു ബിസ്ക്കറ്റിന്റെയോ മിഠായിയുടെയോ ആയിരുന്നില്ല, മറിച്ചൊരു നാഷണൽ സെന്റിമെന്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കാർക്ക് വില കൂടിയ ആഡംബര വസ്തുവായിരുന്ന ബിസ്ക്കറ്റ് സാധാരണക്കാരന്റെ അടുക്കളകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മോഹൻലാൽ ദയാൽ ചൗഹാൻ പാർലെ പ്രൊഡക്ട്സ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടു. സ്വദേശി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിരുന്ന ഒരു തുണിക്കച്ചവടക്കാരൻ എന്ന നിലയിൽ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ആദ്യത്തെ ഫാക്ടറി വെറും 12 തൊഴിലാളികളുമായി മിഠായികൾ നിർമ്മിച്ചാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ മിഠായികൾ മാത്രം നിർമ്മിച്ചിരുന്ന ഈ ചെറിയ സംരംഭം 1939 പാർലേജി എന്ന ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് പുറത്തിറക്കിയതോടെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ബിസ്ക്കറ്റ് ആയിരുന്നു അത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ പാർലേജി സാധാരണക്കാരുടെ ഇഷ്ട ഉൽപ്പന്നമായി. ബ്രിട്ടീഷുകാരുടെ വില കൂടിയ ബിസ്ക്കറ്റുകൾക്ക് ബദലായി പാർലേജി വിപണിയിൽ എത്തിയതോടെ സമ്പന്നർ പോലും അവയെ ഒഴിവാക്കി പാർലെയുടെ ബിസ്ക്കറ്റുകൾക്ക് മുൻഗണന നൽകി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനികർക്കുള്ള ഭക്ഷണമായി പാർലെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകൾ ഉപയോഗിച്ചത് അതിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. എന്നാൽ യുദ്ധാനന്തരം ബ്രിട്ടാനിയ പോലുള്ള കമ്പനികളുടെ വരവോടെ പാർലെ ഗ്ലൂക്കോസിന്റെ ജനപ്രീതിക്ക് നേരിയ മങ്ങലേറ്റു. 1980കളിൽ പാർലെ ഗ്ലൂക്കോസ് എന്നത് പാർലെ ജി എന്നാക്കി മാറ്റി. ഈ ജി എന്ന അക്ഷരം ഗ്ലൂക്കോസ് എന്നതിനെ സൂചിപ്പിച്ചപ്പോൾ പിന്നീട് അത് ജീനിയസ് എന്നതിന്റെ ചുരുക്കമായി പ്രചരിപ്പിച്ചു. 1990കളിൽ ശക്തിമാൻ എന്ന ജനപ്രിയ പരമ്പരയിലെ കഥാപാത്രത്തെ ഉപയോഗിച്ച് നടത്തിയ പരസ്യം പാർലെജിയുടെ വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. പ്രതിദിനം 400 ദശലക്ഷം ബിസ്ക്കറ്റുകളും 1 ബില്യൺ പാക്കറ്റുകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പാർലെജി ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡായി വളർന്നു. ബിസ്ക്കറ്റ് വിപണിയിലെ ഈ സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ പാർലെ കുടുംബത്തിലെ സഹോദരങ്ങൾ ബിസിനസ് വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബിസ്ക്കറ്റുകളും മിഠായികളും പാർലെ പ്രൊഡക്ട്സിന്റെ കീഴിലും ഫ്രൂട്ടി, ആപ്പി ഫിസ് പോലുള്ള പാനീയങ്ങൾ പാർലെ അഗ്രോയുടെ കീഴിലുമായി. ഈ വിഭജനം ഭാവിയിൽ ചില നിയമ പോരാട്ടങ്ങൾക്ക് വഴി തെളിയിച്ചു. പാർലെയുടെ വിജയഗാഥയ്ക്ക് എപ്പോഴും മധുരം മാത്രമല്ല ഉണ്ടായിരുന്നത്. കാലക്രമേണ ചില വിവാദങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും കമ്പനിയെ തേടിയെത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയിലെ ബാംഗ്ലൂർ പ്ലാന്റിൽ നടന്ന തൊഴിലാളി സമരമായിരുന്നു. 2010കളുടെ തുടക്കത്തിൽ കമ്പനിയും പാർലെ വർക്കേഴ്സ് യൂണിയനും തമ്മിലുള്ള തർക്കം മാസങ്ങളോളം നീണ്ടുനിന്നു. കൂലി വർധന, ബോണസ്, ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ചർച്ചകൾ പലവട്ടം പരാജയപ്പെട്ടു. സമരത്തിനിടെ പ്ലാന്റിൽ അതിക്രമങ്ങൾ നടക്കുകയും ഉൽപാദനം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനേജ്മെന്റ് പല വഴികളും തേടിയെങ്കിലും വിജയിച്ചില്ല. ഈ സാഹചര്യം ഒരു വ്യവസായ തർക്കമായി പരിണമിച്ചു. ഒടുവിൽ തങ്ങളുടെ പ്ലാന്റ് അടച്ചുപൂട്ടാൻ സർക്കാർ അനുമതി തേടാൻ കമ്പനി നിർബന്ധിതരായി. ഈ സമരം പാർലെ പ്രൊഡക്ട്സിന്റെ ചരിത്രത്തിലെ ഒരു ഡാർക്ക് ചാപ്റ്ററായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പരാതികളും ഉയർന്നു വന്നു. ഉപഭോക്താവ് വാങ്ങിയ പാക്കറ്റിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് പാർലെജി ബിസ്ക്കറ്റുകൾക്കെതിരെ കേസ് കൊടുത്തു. ഉപഭോക്തൃ കോടതിയിൽ നടന്ന കേസിൽ കോടതി പാർലേക്ക് സേവനത്തിൽ വീഴ്ച വരുത്തിയതിന് പിഴ ചുമത്തി. കൂടാതെ ബിസ്ക്കറ്റ് മനുഷ്യ ഉപയോഗത്തിന് സുരക്ഷിതമല്ലാത്തതാണെന്നും നിരീക്ഷിച്ചു. ഇത് കമ്പനിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി. എന്നാൽ പാർലെ ഈ കേസിനെ ഒരൊറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടു. അതേസമയം 2013 തന്നെ മറ്റൊരു നിയമപ്രശ്നവും പാർലെയെ തേടിയെത്തി. തമിഴ്നാട്ടിലെ തിരുവള്ളുവർ ജില്ലയിൽ നടന്ന പരിശോധനയിൽ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിന്റെ കവറിൽ ചേരുവകളുടെ ശതമാനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് 2011 ലംഘനമാണെന്ന് ആരോപിച്ച് കമ്പനിക്ക് 2 ലക്ഷം രൂപ പിഴ ചുമത്തി. പാർലെ ഈ ഉത്തരവിനെതിരെ അപ്പീൽ നൽകി. പിന്നീട് ഒരു ട്രിബ്യൂണൽ ഈ പിഴ റദ്ദാക്കുകയും ചേരുവകൾ അളവിന്റെ ഇറങ്ങുന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ മതിയെന്നും നിരീക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ പാർലെയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുവെങ്കിലും കോടതിയിലെ ഈ വിധി കമ്പനിക്ക് ആശ്വാസമായി. പാർലെ പ്രൊഡക്ട്സിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നിയമ കോടതികളിൽ നടന്ന ചില സുപ്രധാന കേസുകൾ ഒഴിവാക്കാനാവില്ല. ട്രേഡ് മാർക്ക് സംബന്ധമായ തർക്കങ്ങളിൽ കമ്പനി പലപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. 1972 സുപ്രീം കോടതിയിൽ നടന്ന പാർലെ വേഴ്സസ് JP&Co കേസ് ഇന്ത്യൻ ട്രേഡ് മാർക്ക് ലോയിൽ ഒരു വഴിത്തിരിവായി. JP&Co പാർലെയുടെ പാക്കേജിന് സമാനമായ കവറുകൾ ഉപയോഗിച്ചുവെന്ന് പാർലെ ആരോപിച്ചു. ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് പാർലെ വാദിച്ചു. സുപ്രീം കോടതി പാർലെയുടെ വാദം അംഗീകരിക്കുകയും സമാനമായ പാക്കേജിംഗ് ഉപയോഗിക്കുന്നത് നിർത്താൻ JP&Coയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിധി ട്രേഡ് മാർക്കുകളുടെ വിഷ്വൽ അപ്പീലിന് പ്രാധാന്യം നൽകി. ഒരു ഉൽപ്പന്നത്തിന്റെ പേര് മാത്രമല്ല, അതിന്റെ നിറം, ഡിസൈൻ, ലേഔട്ട് എന്നിവയെല്ലാം ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണെന്ന് ഈ കേസ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് ഫാബിയോ വേഴ്സസ് ഓറിയോ. ഇത് പാർലെയുടെ ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട നിയമ പോരാട്ടമായിരുന്നു.
ലോക പ്രസിദ്ധമായ ഓറിയോ ബിസ്ക്കറ്റുകളുടെ ഉടമകളായ ഇന്റർ കോണ്ടിനെന്റൽ ഗ്രേറ്റ് ബ്രാൻഡ്സ് പാർലെയുടെ ഫാബോ ബിസ്ക്കറ്റുകളും അതിന്റെ പാക്കേജിംഗും ഓറിയോയ്ക്ക് സാമ്യമുണ്ടെന്ന് വാദിച്ചു. ഓറിയോയുടെ തവിട്ട് നിറവും കവറിന്റെ നീല നിറവും ഫാബോ പകർത്തിയിട്ടുണ്ടെന്ന് അവർ ആരോപിച്ചു. പേര് ഉച്ചരിക്കുന്നതിലുള്ള സാമ്യവും കവറിന്റെ ഡിസൈനിലെ സാമ്യവും കാരണം ഉപഭോക്താക്കൾ ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഡൽഹി ഹൈക്കോടതി ഓറിയോയുടെ വാദം ശരിവെക്കുകയും ഫാബോ ബിസ്ക്കറ്റുകൾ നിർമ്മിക്കുന്നത് തടഞ്ഞുകൊണ്ട് പാർലെയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് പാർലെയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഫ്യൂച്ചർ ഗ്രൂപ്പുമായുള്ള കേസായിരുന്നു മറ്റൊന്ന്. പാർലെയുടെ മൊണാക്കോ, ക്രാക്ക് ജാക്ക്, ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റുകളുടെ അതേ പാക്കേജിംഗ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അവരുടെ ക്രാക്കോ, ക്രാക്കർ കിങ്, പിക്കബു എന്ന ഉൽപ്പന്നങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് പാർലെ നിയമ നടപടി സ്വീകരിച്ചു. കോടതി പാർലെയുടെ വാദം അംഗീകരിച്ച് ഫ്യൂച്ചർ ഗ്രൂപ്പിന് വിലക്കേർപ്പെടുത്തി. അതുപോലെ ടോപ്പ് ഗോൾഡ് സ്റ്റാർ എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ചതിന് ബിസ്ക് ഫാം എന്ന കമ്പനി പാർലെയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ഈ കേസുകളെല്ലാം പാർലെയുടെ ട്രേഡ് മാർക്ക് സംരക്ഷിക്കുന്നതിൽ അവർ കാണിക്കുന്ന കർശനമായ നിലപാടിന്റെ തെളിവാണ്. കുടുംബ ബിസിനസ് വിഭജിച്ചതിന് ശേഷവും തർക്കങ്ങൾ അവസാനിച്ചില്ല. ഫ്രൂട്ടി, ആപ്പി ഫീസ് പോലുള്ള പാനീയങ്ങൾ നിർമ്മിച്ചിരുന്ന പാർലെ അഗ്രോ മിഠായി വിപണിയിലേക്ക് പാർലെ കോൺഫി എന്ന ഉൽപ്പന്നവുമായി കടന്നു വന്നപ്പോൾ അത് തങ്ങളുടെ മേഖലയിലുള്ള കടന്നുകയറ്റമാണെന്ന് കാണിച്ച് പാർലെ പ്രൊഡക്ട്സ് കോടതിയെ സമീപിച്ചു. മിഠായി വിപണി തങ്ങളുടെ കുത്തകയാണെന്ന് അവർ വാദിച്ചു. എന്നാൽ ഈ കേസ് നിയമപരമായി നീങ്ങുകയും പിന്നീട് ഒരു കോടതിയുടെ മധ്യസ്ഥതയിൽ തർക്കം പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഈ കുടുംബ തർക്കം ബിസിനസ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ഈ നിയമ പോരാട്ടങ്ങളും വിവാദങ്ങളും പാർലെ എന്ന ബ്രാൻഡിനെ ഒരുപാട് പരീക്ഷിച്ചു. കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങൾ മുതൽ മാധ്യമങ്ങളിലെ വാർത്തകൾ വരെ കമ്പനി നേരിട്ടു. എങ്കിലും ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് പാർലെ പ്രൊഡക്ട്സ് ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്തി. ഒരു ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റിലൂടെ ഒരു രാജ്യത്തിന്റെ മനസ്സിൽ ഇടം നേടിയ ഒരു കമ്പനി ഇന്നും അതിന്റെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ പോരാടുന്നു. പഴയ കാലത്തിന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ബിസ്ക്കറ്റുകൾക്കൊപ്പം പുതിയ ഉൽപ്പന്നങ്ങളും പുറത്തിറക്കി പാർലെ അതിന്റെ പ്രസക്തി നിലനിർത്തുന്നു. ബിസ്ക്കറ്റ് വിപണിയിൽ പുതിയ ബ്രാൻഡുകൾ വന്നപ്പോഴും വിലക്കുറവിലും മികച്ച ഗുണനിലവാരത്തിലും ഊന്നി നിന്നുകൊണ്ട് പാർലെ ഒരു ഇന്ത്യക്കാരന്റെ വിശ്വസ്ത ബ്രാൻഡായി തുടരുന്നു. ഇത്രയേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു കമ്പനിക്ക് എങ്ങനെയാണ് തങ്ങളുടെ സ്ഥാനം ഇത്രയധികം വർഷം നിലനിർത്താൻ സാധിക്കുന്നത്? ഈ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. കുറഞ്ഞ വില, ഉയർന്ന നിലവാരം, ഉപഭോക്താക്കളുമായുള്ള വൈകാരിക ബന്ധം, അതോടൊപ്പം തന്നെ വെല്ലുവിളികളെ നേരിടാനുള്ള മാനേജ്മെന്റിന്റെ കഴിവ്, ഇതെല്ലാം പാർലെയുടെ വിജയത്തിന് പിന്നിലുണ്ട്. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരുപാട് മധുരങ്ങൾ സമ്മാനിച്ച ഈ ബ്രാൻഡ് അതിന്റെ കഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.